എല്ലാ പ്രേക്ഷകർക്കും ചാനലിലേക്ക് സ്വാഗതം. ആരോടും പറയാതെ അവർ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഒളിപ്പിച്ചു വെച്ചത് എന്താണ് എന്നതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. ഈ വീഡിയോ ഒരു ടാരോട്ട് കാർഡാണ്. ഇത് ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പിന്നെ ഇത് നിങ്ങൾ എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ബാധകമായിരിക്കും. ഇന്ന് കണ്ടാലും, എത്ര വർഷം കഴിഞ്ഞ് കണ്ടാലും, എത്ര മാസം കഴിഞ്ഞ് കണ്ടാലും, കാണുന്ന സമയത്ത് നിങ്ങൾ ബാധകമായിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയുള്ള ഫയലാണ്, നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നൊരു ഫയലാണ് ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കൃത്യമായി കേൾക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാർഡ് നമുക്കെടുക്കാം. ആരോടും പറയാതെ അവർ ഇതിനെക്കുറിച്ച് എന്താണ് മനസ്സിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. നിങ്ങളുടെ ബന്ധം പലതും ആകാം. പ്രണയമാകാം, ഇഷ്ടമാകാം, വാത്സല്യമാകാം. എത്രയോ ബന്ധങ്ങളുണ്ട് മനുഷ്യബന്ധങ്ങൾ. അതെല്ലാം ആകാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ വ്യക്തി എന്താണ് ചിന്തിക്കുന്നതെന്ന് നോക്കാം. നിങ്ങളെക്കുറിച്ച് പറയാതെ എന്താണ് ഒളിപ്പിച്ചു വെച്ചതെന്ന് നോക്കാം. ആ വ്യക്തിക്ക് ചില അടയാളങ്ങൾ കിട്ടുന്നുണ്ട്. നിങ്ങളോട് സംസാരിച്ചപ്പോഴും നിങ്ങൾക്കൊപ്പം ജീവിച്ചപ്പോഴും നിങ്ങൾ ആ വ്യക്തിയോട് പറഞ്ഞ കാര്യങ്ങളും. രണ്ട് വ്യക്തികൾ തമ്മിൽ പരസ്പരം സംസാരിക്കും, പരസ്പരം പറയും, ചേഷ്ടകളിലൂടെയും പെരുമാറ്റങ്ങളിലൂടെയും അറിയിക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് ആ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു അന്തർലീനമായ ബന്ധമുണ്ട്. ഏത് ബന്ധമാകട്ടെ, ഒരാൾക്ക് ഒരാളോട് പല രീതിയിൽ ഇഷ്ടങ്ങൾ തോന്നാം. ഏത് ഇഷ്ടമാണെങ്കിലും നിങ്ങൾ ആ വ്യക്തിയുമായി സംസാരിച്ച്, നിങ്ങൾ ആ വ്യക്തിയായിട്ട് പെരുമാറി, നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്ത് നിന്ന് പോകുന്നതിന് ശേഷം ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. നിങ്ങളെക്കുറിച്ചുള്ള കാര്യത്തിൽ ആ വ്യക്തിക്ക് ചില അടയാളങ്ങൾ കിട്ടുന്നു. ആ വ്യക്തിക്ക് കിട്ടുന്ന അടയാളങ്ങളിലൂടെ ആ വ്യക്തി നിങ്ങളെ വിലയിരുത്തുന്നുണ്ട്. ചില കാര്യങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് തോന്നിയത്, മനസ്സിലാക്കിയത് ആ വ്യക്തി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ വ്യക്തി അത് പറയാൻ കൂട്ടാക്കുന്നില്ല. മനഃപൂർവ്വമല്ല, സമയമായിട്ടില്ലെന്നാകാം, പറയേണ്ട കാര്യമുണ്ടോ എന്നുള്ള ചിന്തിക്കാം. ഇത് അത്ര വലിയ വിഷയമാണോ എന്നുള്ളതെല്ലാം ആ വ്യക്തി ചിന്തിക്കാം. എങ്ങനെയാകട്ടെ, ആ വ്യക്തി ചിന്തിക്കുന്ന, ആ വ്യക്തി പറയുന്ന ആ ഇഷ്ടം, ആ സ്നേഹം, അതിൻ്റെ ആഴം, പരപ്പ്, അത് നമുക്ക് ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, ആ ചിന്തയൊക്കെ. രണ്ടാമത്തെ കാർഡ് അതിന് ഉപോത്ബുകമായ രീതിയിൽ ഉത്തരം നൽകും. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് തോന്നുന്ന കാര്യങ്ങളെക്കുറിച്ച്, എന്താണ് ഒളിപ്പിച്ചു വെച്ചേക്കുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. അതിൻ്റെ സ്വഭാവം എന്താണെന്ന് നമുക്ക് നോക്കാം. പ്യുവർ ഇൻറ്റൻഷനാണ്. ഏറ്റവും നല്ല ഉദ്ദേശത്തോടു കൂടി ആ വ്യക്തി എന്ത് മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചോ, ആ വ്യക്തി എങ്ങനെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചോ, ഏത് കാര്യമാകട്ടെ, നിങ്ങളെക്കുറിച്ചുള്ള കാര്യമായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ചാണ്, നിങ്ങളോട് പറയാതെ മനസ്സിൽ വെച്ചതാണ്. അത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്. ഒരിക്കലും നിങ്ങളെ ചതിക്കുവാനോ വഞ്ചിക്കുവാനോ, നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ട് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാനോ അങ്ങനെയുള്ള കാര്യമല്ല. നിങ്ങളെ ഇഷ്ടപ്പെട്ട്, നിങ്ങളെ സ്നേഹിച്ച്, നിങ്ങളോട് ആ കാര്യം കൃത്യമായി മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്. ഏറ്റവും നല്ല സമയത്ത് നിങ്ങളോട് പറയാനോ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളറിയാതെ ഒരു വിജയം ഉണ്ടാക്കാനോ, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കാനോ, നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കാനോ ഒക്കെ ആകാം. ഏതായാലും ആ വ്യക്തിയുടെ ജീവിതത്തിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. നമുക്ക് ആ വ്യക്തിയുടെ നല്ല ഉദ്ദേശത്തെ, നല്ല ഇഷ്ടത്തെ അതിലൂടെ കണ്ടെത്താം. ആ വ്യക്തി പ്യുവർ ഇൻറ്റൻഷനാണ്. മൂന്നാമത്തെ കാർഡിലേക്ക് പോകുമ്പോൾ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ വരുന്നത്, ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഉണ്ടാവുന്നത്, നിങ്ങൾക്ക് വേണ്ടി ത്യജിക്കാനുള്ള, ലോകത്ത് എന്തും നിങ്ങൾക്ക് വേണ്ടി ത്യജിക്കാനുള്ള ഒരു മനസ്സ്, അത് ആ വ്യക്തിയിൽ വേണ്ടുവോളമുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ സതുദ്ദേശത്തോടു കൂടിയുള്ള, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാനും, നിങ്ങളെ അത്രത്തോളം അടുത്തറിയുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി എന്തും ത്യജിക്കാൻ തയ്യാറാണ്, നിങ്ങൾക്ക് വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറാണ്, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. ആ വ്യക്തി അതേക്കുറിച്ച് ചിന്തിക്കുകയും അതേക്കുറിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നിങ്ങളിൽ നിന്നും, നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളിൽ നിന്നും എന്തെങ്കിലും അന്യായമായിട്ട് നേടുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടം കൈവരിക്കാനോ ഒന്നുമല്ല. നിങ്ങൾക്ക് വേണ്ടി ജീവിതം ബലിയർപ്പിക്കാനും ത്യജിക്കാനൊക്കെ തയ്യാറാണെന്നുള്ള രീതിയിൽ ആ വ്യക്തി നിങ്ങളോടൊപ്പം ജീവിക്കുന്നു. അതിനുവേണ്ടി ഒരു അവകാശവാദങ്ങളും ആ വ്യക്തി ഉന്നയിക്കുന്നില്ല. അതിനുവേണ്ടി നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും നേടുവാൻ
അത് പറഞ്ഞുകൊണ്ട് നേടുവാൻ ആ വ്യക്തി ഉദ്ദേശിക്കുന്നില്ല. പ്യൂർ ഇൻറ്റൻഷനാണ് ആ വ്യക്തിക്കുള്ളത്. ആ വ്യക്തിയെ സംബന്ധിച്ച് വളരെ ബുദ്ധിയുള്ള, ഇൻ്റലിജൻസുള്ള, കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിക്കാനും ഗ്രഹണശക്തിയുള്ളൊരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആ വ്യക്തി കൊടുക്കുന്ന ഉപദേശങ്ങൾ. അപ്പോൾ നിങ്ങൾക്കാണെങ്കിലും ശരി, മറ്റാർക്കെങ്കിലും ആണെങ്കിലും ശരി, ആ വ്യക്തി നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങളോടും കുടുംബത്തോടും ആ വ്യക്തി സ്നേഹിക്കുന്ന ആളുകളോടും ഒക്കെ ആ വ്യക്തി കാണിക്കുന്ന ആ ഉപദേശങ്ങളും സമീപനങ്ങളും നയങ്ങളും അത് നിങ്ങൾക്ക് കൂടി ഗുണപ്പെടുന്നുണ്ട് ജീവിതത്തിൽ. തീർച്ചയായിട്ടും നിങ്ങളതിനെക്കുറിച്ച് ബോധവാന്മാരോ അല്ലെങ്കിൽ ബോധമതികളോ ഒക്കെയാണ്. ആ വ്യക്തിയുടെ നല്ല തീരുമാനങ്ങൾ, ആ വ്യക്തി എവിടെ നിലകൊള്ളുന്നുവോ ആ വ്യക്തി മനസ്സിൽ ഒളിപ്പിച്ച ചില ആശയങ്ങളുണ്ട്. ആ വ്യക്തിക്ക് അത്തരം കാര്യങ്ങളെ കൃത്യമായി അറിയാൻ കഴിയും എന്ന് നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. നിങ്ങൾ വെറുതെ ആ വ്യക്തിക്ക് ഇപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാകാൻ പോലും കഴിയുമോ എന്നുള്ള ലാഘവത്തോടു കൂടി ആ വ്യക്തിയോട് ചില കാര്യങ്ങൾ പറയുന്നു. പക്ഷെ ആ വ്യക്തിയിൽ നിന്നുള്ള ഉത്തരം, അതിനെക്കുറിച്ച് പൂർണ്ണമായി ചിന്തിച്ച നിങ്ങൾക്ക് പോലും കിട്ടാത്ത ചില ഉത്തരങ്ങൾ ആ വ്യക്തി നൽകാറുണ്ട്. എത്ര കാലങ്ങളിൽ, എത്ര സമയങ്ങളിൽ നിങ്ങൾക്കത് ബോധ്യപ്പെട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ബോധ്യമുള്ളൊരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ആ ഇൻ്റലിജൻസ് വെറുതെ ഇരുന്നു കൊണ്ട് ചിന്തിച്ചാൽ പോലും ജീവിതത്തിൻ്റെ നിങ്ങളെ സംബന്ധിച്ച, നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടിനെ സംബന്ധിച്ച് എത്രയോ നല്ല കാര്യങ്ങളിൽ ആ വ്യക്തി മികച്ച തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. പലപ്പോഴും നിങ്ങളത് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ആ വ്യക്തിയുടെ തീരുമാനങ്ങൾ. അത് നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. ആ വ്യക്തി മനസ്സിൽ ഒളിപ്പിച്ച ഇൻ്റലിജൻസും ഉണ്ട്, കഴിവുണ്ട്, ധാരണാശേഷി, ഗ്രഹണശേഷി, ഗ്രഹിക്കാനുള്ള കഴിവ്, ഇതെല്ലാം ആ വ്യക്തി മനസ്സിൽ ഒളിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും നിങ്ങളുടെ മുമ്പിൽ ഒന്നും അറിയാത്ത ആളെന്ന് അഭിനയിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ പെരുമാറുകയോ ചെയ്തിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ആ വ്യക്തിക്കൊന്നും അറിയില്ലെന്ന്. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ. തീർച്ചയായിട്ടും ആ വ്യക്തി എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അറിയുകയും ആ വ്യക്തിക്ക് മികച്ച കഴിവ് ഉള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കാനിടയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ആ വ്യക്തി നൽകുന്ന ഉപദേശങ്ങളിലൂടെ നിങ്ങൾക്കും മികച്ച രീതിയിലുള്ള മുന്നേറ്റങ്ങളുണ്ടാകും, സന്തോഷം ഉണ്ടാവും, തീർച്ചയായിട്ടും സമൃദ്ധി ഉണ്ടാവും. അടുത്ത പയൽ ആ വ്യക്തി നിങ്ങളുടെ മനസ്സിൽ നിന്ന്, നിങ്ങളുടെ അടുത്ത് നിന്ന് ഒളിക്കുന്ന അല്ലെങ്കിൽ മറച്ചു വെക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. നേരത്തെ പറഞ്ഞതുപോലെയുള്ള കഴിവും പ്രാധാന്യവും ഒക്കെയുള്ള ഈ വ്യക്തി ചിലപ്പോഴൊക്കെ ചീത്തയായ ഉദ്ദേശമുള്ള ആളുകൾ അല്ലെങ്കിൽ സതുദ്ദേശമില്ലാത്ത ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കുകയും അവരുടെ താളത്തിനൊത്ത് തുള്ളുന്നതുമായിട്ട് നിങ്ങൾക്ക് കാണാം. സ്വയമേവ നല്ല കഴിവുള്ളൊരു വ്യക്തിയാണ്, കാര്യങ്ങളെ ഗ്രഹിക്കാനുള്ള ശേഷിയുണ്ട്, എല്ലാം അറിയുന്ന കഴിവുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ആ വ്യക്തി തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതും തെറ്റായ കൂട്ടുകെട്ടുകളുമായി മുന്നോട്ട് പോകുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും. അതും ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ആ വ്യക്തിയുടെ ഒരു ന്യൂനത തന്നെയാണ്. ആ വ്യക്തി അങ്ങനെ തെറ്റായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ അത് വിഷമമുണ്ടാക്കും. പക്ഷെ അത് താൽക്കാലികമാണ്, മനഃപൂർവ്വമല്ല. ആ വ്യക്തി വിശ്വസിക്കുന്ന ചില ആളുകൾ ആ വ്യക്തിയെ വഴിതെറ്റിക്കുന്നതാണ്. അതിൻ്റെ പേരിൽ പല പൊല്ലാപ്പുകളും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. മനഃപൂർവ്വമല്ല, നിങ്ങളോട് സ്നേഹക്കുറവുണ്ടായിട്ടല്ല. ആ വ്യക്തി വിശ്വസിക്കുന്ന ചില ആളുകളുടെ ചില വാക്കുകൾ ആ വ്യക്തി സ്വീകരിക്കുന്നു. അത് ആ വ്യക്തിയെ സംബന്ധിച്ച് ചില പ്രതിസന്ധികളും ഉണ്ടാക്കും. അത്തരം കൂട്ടുകെട്ടുകളും സൗഹൃദങ്ങളും ബന്ധങ്ങളും മോശമാകണമെന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ തീർത്തും മോശമായ അഭിപ്രായമുള്ള ആളുകളായിട്ടെന്നല്ല. പക്ഷെ ചെറിയ തോതിലാണെങ്കിലും ആ വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഒക്കെ മോശമായി പറയുകയും ചിത്രീകരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുമായിട്ട് മറ്റു ചിലപ്പോൾ സൗഹൃദം ഉണ്ടാകുക. തക്കം കിട്ടിയാൽ നിങ്ങളെ രണ്ടുപേരും ഉപദ്രവിക്കുന്നവരുമായിട്ട് ആ വ്യക്തി സൗഹൃദം ചേരുന്നു. തക്കം കിട്ടിയാൽ നിങ്ങളുടെ മോശമായ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന ആളുകളുമായിട്ട് നിങ്ങൾ സൗഹൃദം കൂടുന്നു. അതൊക്കെ തന്നെയാണ് വലിയ പ്രതിസന്ധിയായിട്ട് പറയുന്നത്, അതൊക്കെ തന്നെയാണ് മോശമായിട്ട് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക, ജീവിതത്തിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. മറ്റുള്ളവർക്ക്
കൂടുതൽ പ്രാധാന്യം നൽകുക. മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകണ്ട എന്നല്ല, മറ്റുള്ളവർ വഴിതെറ്റിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിന് മോശം ഉണ്ടാക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ സന്തോഷത്തിന് ഹാനികരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ അവരെ ഒഴിവാക്കുക. അടുത്ത കാർഡ് അതിനിർണായകമാണ്. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നു. നിലവിലുള്ള സംവിധാനത്തെ, നിലവിലുള്ള കാര്യങ്ങളെ മാറ്റാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അതിൽ മാറ്റം ഉണ്ടാകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത്, നിലവിൽ ആ വ്യക്തിക്ക് ജീവിതത്തിലുണ്ടായ നേട്ടങ്ങളും നിലവിൽ ആ വ്യക്തിക്ക് ജീവിതത്തിലുണ്ടായ ചില മേന്മകളും അനുമതികളും ആ വ്യക്തിക്ക് മടുക്കുന്നു. പണം ഉണ്ടാക്കിയ കുറേ പണവും ഒരേ ജീവിതശൈലിയിൽ ജീവിച്ച കുറേ ജീവിതങ്ങൾക്കും അപ്പുറത്തേക്ക് ആ വ്യക്തി പോസിറ്റീവായിട്ടുള്ള പല ജീവിതങ്ങളും ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു. ഒരേ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് ഒരേ രീതിയിലുള്ള ജോലികൾ ചെയ്ത്, ഒരേ രീതിയിലുള്ള ജീവിത ശൈലികൾ ചെയ്ത്, ഒരേ രീതിയിലുള്ള ഭക്ഷണം കഴിച്ച്, ഒരേ സ്ഥലത്ത് തന്നെ പോയി ഒരു യാന്ത്രിക ജീവിതത്തിലേക്ക് പോയപ്പോൾ, അല്ലെങ്കിൽ യാന്ത്രികമായൊരു ജീവിതം നയിച്ച് മുന്നോട്ട് പോയ ആ വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പോൾ ആ വ്യക്തിക്ക് ചില ദുഃഖങ്ങൾ തോന്നിയിരിക്കുന്നു, ചില മനം മടുപ്പിക്കലുകൾ തോന്നിയിരിക്കുന്നു. പണം ഉണ്ടായിട്ടും തനിക്കൊരു കാര്യവുമില്ല. ജീവിതത്തിൽ പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അത് നിങ്ങളെ ഒഴിവാക്കിയിട്ടാണ് അല്ല, ആ വ്യക്തിയുടെ കരിയറാകാം, ആ വ്യക്തിയുടെ സ്വപ്നങ്ങളെക്കുറിച്ചാകാം, പുതിയ പുതിയ കണ്ടെത്തലുകൾ, ആശയങ്ങൾ, ഉപായങ്ങൾക്ക് പുറകെ സഞ്ചരിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ഇപ്പം നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് മനം മടുപ്പിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരമായിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഇപ്പോഴത്തെ ഒരു ജീവിത ശൈലി, ഇപ്പോഴത്തെ ജീവിക്കുന്ന സ്ഥലവും മാറി മറ്റൊരിടത്തേക്ക് ജീവിതം മാറ്റുന്നതിന് പോലും ആ വ്യക്തിക്ക് താല്പര്യമുണ്ട്. അങ്ങനെ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് ആ കാര്യത്തെക്കുറിച്ച് മറച്ചു വെക്കുന്നുണ്ട്. ആ വ്യക്തി സ്വപ്നം കാണുകയാണ് മറ്റൊരിടത്തേക്ക് പോകാൻ. ആ വ്യക്തി സ്വപ്നം കാണുകയാണ് മറ്റൊരു നേട്ടം ഉണ്ടാക്കാൻ. ഇതൊക്കെ തന്നെയാണ് ആ വ്യക്തിയുടെ ചിന്തയും. അത് നിങ്ങളെ അറിയിക്കേണ്ട സമയത്ത് അറിയിക്കാമെന്നാണ് ആ വ്യക്തി കരുതുന്നത്. പല കാര്യങ്ങളും ആ വ്യക്തിക്ക് മടുത്തു തുടങ്ങി. ഇപ്പം നിങ്ങൾ സ്ഥിരമായി ആ വ്യക്തിയൊക്കെ കാണിക്കുന്ന ചില പ്രവൃത്തികൾ, നിങ്ങൾ സ്ഥിരമായി ആ വ്യക്തിക്ക് ചെയ്തു കൊടുക്കുന്ന ചില സൗകര്യങ്ങൾ, നിങ്ങൾ സ്ഥിരമായിട്ട് ആ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് പോകുന്ന സ്ഥലങ്ങൾ, നിങ്ങളുടെ ഇപ്പോൾ ആ വ്യക്തിയുമായിട്ട് ജീവിച്ചു പോകുന്ന ജീവിത ശൈലികൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ മാറ്റമായിട്ട് ആ വ്യക്തിക്ക് തോന്നുന്നു, മാറേണ്ടതാണെന്ന് തോന്നുന്നു. നിങ്ങളോട് തുറന്നു പറയാൻ ചിലപ്പോൾ മടിക്കുന്നുണ്ടാകാം. നിങ്ങൾ ആ മാറ്റത്തെ ഉൾക്കൊള്ളുമോ, നിങ്ങൾ ആ മാറ്റത്തെ ഇഷ്ടപ്പെടുമോ എന്നൊക്കെ കരുതി. പക്ഷെ അങ്ങനെ ആ വ്യക്തിയുടെ മനസ്സിലൊരു ചിന്തയുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് വിഷമമാകുമെന്നോ അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കേണ്ടെന്നോ ഒക്കെ വിചാരിച്ച് പറയാതിരിക്കുന്ന സാഹചര്യമുണ്ട്. അവസാനത്തെ കാർഡ് വലിയ സ്വപ്നങ്ങളിലേക്കാണ് പോകുന്നത്. നിങ്ങളിൽ നിന്ന് ആ വ്യക്തി എന്ത് പറയാതെ മറച്ചു വെച്ചാലും, നിങ്ങളുമായ ആ വ്യക്തി എന്നും കണ്ടില്ലെങ്കിലും കേട്ടില്ലെങ്കിലും വലിയ തരത്തിലുള്ള സന്തോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുമിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാകുന്നു. നിങ്ങളുടെ കല്യാണം നടക്കാം. നിങ്ങളുടെ ജീവിതത്തിലൊരു സ്റ്റെബിലിറ്റി ഉണ്ടാകാം. അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും തൂങ്ങിയും ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും മാറി മാറി വന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത അവസ്ഥ ഉണ്ടായി കാണാം. ആ സ്റ്റെബിലിറ്റി ഇല്ലാത്ത അവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നു. കുട്ടികളില്ലാതെ, കുട്ടികളുടെ ഒച്ച, കരച്ചിൽ, അവരുടെ ചിരികൾ, കളികൾ, ഇതൊന്നുമില്ലാതെ ഒഴിഞ്ഞു കിടന്നൊരു വീടായിരുന്നെങ്കിൽ അവിടെയൊക്കെ അത് വരുന്നു. അമ്മയാകാനോ അച്ഛനാകാനോ ഉള്ള ഭാഗ്യം. തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾ സന്തോഷമാണ്. അവരവിടെ വരും, അവരവിടെ ജീവിക്കും. സാമ്പത്തികമായിട്ടുണ്ടായ പരാധീനതകളെല്ലാം മാറുന്നു. സ്വപ്നം കണ്ടതുപോലെയുള്ള ഫലങ്ങൾ ലഭിക്കുക. കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീ ജീവിതത്തിലേക്ക് വരുന്നു. അത് അമ്മയാകാം, ഭാര്യയാകാം, സഹോദരിയാകാം. അങ്ങനെ ഒരാളുടെ സാന്നിധ്യം ഉണ്ടാകുന്നു. ചിലപ്പോൾ കാമുകിയാകാം, ഭാര്യയാകാം. സ്ത്രീയിൽ നിന്നും സപ്പോർട്ട് കിട്ടുന്നു. നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഫലങ്ങൾ ഉണ്ടാകുന്നു ഓരോ പ്രവൃത്തിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നു. എല്ലാ പ്രതിസന്ധികളിലും ഈശ്വരൻ നിങ്ങളെ രക്ഷിക്കുന്നു. എപ്പോഴും ഈശ്വരനോട് പ്രാർത്ഥിക്കുക.
എപ്പോഴും പ്രാർത്ഥിക്കുക. ഈശ്വരൻ നിങ്ങൾക്ക് മികച്ച വഴിയും വലിയ വലിയ മുന്നേറ്റവും നൽകും. എല്ലാത്തിനെയും റിയലൈസ് ചെയ്യാനും പരസ്പരം സ്നേഹിക്കാനും പ്രവൃത്തികൾ അതിവേഗം നടത്തി കൂടുതൽ വിജയം വരിക്കാനും നല്ല ആരോഗ്യവും ഊർജവും നിങ്ങൾക്ക് ലഭിക്കുന്നു. ഈശ്വരൻ നൽകുന്ന ആ മികച്ച ജീവിതം ഉൾക്കൊള്ളുക, കാണുക. നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ജീവിതത്തിൻ്റെ ഒരു ഗതി നോക്കുമ്പോൾ സന്തോഷം വരുന്നു. നിങ്ങളുടെ ആഗ്രഹം പോലെ ഒരു നേട്ടം അവിടെ ഉണ്ടാകുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ റീഡിങ്സ്, ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്.